ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ കിങ്ഡം ഫഞ്ചൈയുടെ ക്ലാസ്സസിനെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സസായ ഫൈക്കോമൈസീറ്റ്സ് ആൻഡ് ആസ്കോമൈസീറ്റ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി 2 ക്ലാസ്സസായ ബെസിഡിയോമൈസീറ്റ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസീറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബെസിഡിയോമൈസീറ്റ്സ്. ബെസിഡിയോമൈസീറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ക്ലബ് ഫഞ്ചൈ. ഫൈക്കോമൈസീറ്റ്സിനും ആസ്കോമൈസീറ്റ്സിനും ഇങ്ങനെ ഓരോ പേര് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബെസിഡിയോമൈസീറ്റ്സിനെ ക്ലബ് ഫഞ്ചൈ എന്നാണ് പറയുന്നത്. കോമൺലി നോൺ ഫോംസ് ആർ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫഞ്ചൈ ഓർ പഫ് ബോൾസ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മെമ്പേഴ്സാണിത്. മഷ്റൂംസ് ഉണ്ട്, ബ്രാക്കറ്റ് ഫഞ്ചൈ ഓർ പഫ് ബോൾസ് ഒക്കെയാണ് ഈ ബെസിഡിയോമൈസീറ്റ്സിൽ വരുന്ന മെമ്പേഴ്സ്. ദി ഗ്രോ ഇൻ സോയിൽ, ഓൺ ലോഗ്സ് ആൻഡ് ട്രീ സ്റ്റംസ് ആൻഡ് ലിവ് ഇൻ ലിവിങ് പ്ലാന്റ് ബോഡീസ് ആസ് പാരാസൈറ്റ്സ്. ഇത് നമുക്കറിയാം, മഷ്റൂം ഒക്കെ വളരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോയിലിന് പുറത്തും ട്രീയുടെ താഴെയൊക്കെ ആയിട്ട് ഈ സോയിൽ ചിലപ്പോൾ ഈ മഴയൊക്കെ കഴിയുന്ന സമയത്ത് ഈ മഷ്റൂംസ് വളർന്നു വരാറുണ്ട്. ഇനി പ്ലാന്റ് ബോഡീസിലും ഇത് പാരാസൈറ്റായിട്ട് ജീവിക്കാറുണ്ട്. ഇതിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. അതായത് ഈ ഫംഗൽ ബോഡി എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അസെക്ഷുവൽ സ്പോർട്സ് ഇവിടെ ആബ്സെൻ്റ് ആണ്. അസെക്ഷുവൽ സ്പോർട്സ് ആർ നോട്ട് ഫൗണ്ട്. ദെൻ ഇവിടെ സെക്സ് ഓർഗൻസും ആബ്സെൻ്റ് ആണ്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ് ബെസിഡിയോമൈസീറ്റ്സ്. ബട്ട് സെക്സ് ഓർഗൻസ് ഇവിടെ ആബ്സെൻ്റ് ആണ്. പക്ഷേ ഇവിടെ പ്ലാസ്മോഗമി നടക്കുന്നത് ഫ്യൂഷൻ ഓഫ് 2 വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് സ്ട്രെയിൻസിലുള്ള, അതായത് മെയിൽ ഫീമെയിൽ എന്ന് പറയും പോലെ ഈ പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രെയിൻസിലുള്ള മൈസീലിയം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈസീലിയം 2 ഡിഫറെൻറ്റ് സ്ട്രെയിൻസിലുള്ള മൈസീലിയം തമ്മിൽ ഫ്യൂസ് ചെയ്താണ് പുതിയ ഒരു ഫഞ്ചൈ അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ദ റിസൾട്ടൻറ്റ് സ്ട്രക്ചർ ഈസ് ഡൈക്കാരിയോട്ടിക് വിച്ച് ഗീവ്സ് റൈസ് ടു ബെസിഡിയം. ഇങ്ങനെ ഫ്യൂസ് ചെയ്ത്, അതായത് ഇവിടെ പറഞ്ഞതുപോലെ പ്ലാസ്മോഗമി കഴിഞ്ഞ് ഈ മൈസീലിയം ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചർ, ഇവിടെ ഒരു ഡൈക്കാരിയോട്ടിക് സ്ട്രക്ചർ ഉണ്ടാകുന്നു. അതിന് ബെസിഡിയം എന്ന് പറയുന്നു. ബെസിഡിയം. കാരിയോഗമി ആൻഡ് മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ബെസിഡിയം പ്രൊഡ്യൂസിങ് 4 ബെസിഡിയോസ്പോർസ്. കാരിയോഗമിയും മിയോസിസും നടന്നു കഴിഞ്ഞ് ഈ ബെസിഡിയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 4 ബെസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു സെല്ലിനെ 2ആയിട്ടും കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിയോസിസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ കാരിയോഗമി മിയോസിസ് നടന്നു കഴിഞ്ഞ് ഇവിടെ 4 ബെസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബെസിഡിയോസ്പോർസ് ആർ എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബെസിഡിയം. മുൻപ് പറഞ്ഞ ബെസിഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ പുറമേ ആയിട്ടാണ് ഈ ബെസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബെസിഡിയം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രൂട്ടിംഗ് ബോഡിയിലാണ്. കുറച്ച് ബെസിഡിയാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേരാണ് ബെസിഡിയോ കാർപ്സ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്ലാസ്മോഗമി കഴിഞ്ഞ് കിട്ടുന്നത് ബെസിഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൈക്കാരിയോട്ടിക് സ്ട്രക്ചറാണ്. ബെസിഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസിഡിയോ കാർപ്സിലാണ്. ഈ ബെസിഡിയോ കാർപ്സിൽ ബെസിഡിയം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ബെസിഡിയത്തിൻ്റെ അകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബെസിഡിയോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ബെസിഡിയോ കാർപ്സ്, ബെസിഡിയം ആൻഡ് ബെസിഡിയോ സ്പോർസ്. ഇതിൻ്റെ കോമൺ മെമ്പേഴ്സാണ്. മുന്നേ മഷ്റൂമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് കോമൺ മെമ്പേഴ്സിൻ്റെ പേരാണ് അഗാരിക്കസ്, അസ്റ്റിലാഗോ, പക്സീനിയ. പക്സീനിയൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. റെസ്റ്റ് ഫംഗസ് എന്നറിയപ്പെടുന്നത് പക്സീനിയാണ്. സ്മട്ട് എന്നറിയപ്പെടുന്നത് അസ്റ്റിലാഗോ ആണ്. സോ അഗാരിക്കസ് എന്ന് പറയുന്നത് കോമൺ മഷ്റൂം. ബട്ടൺ മഷ്റൂം എന്നറിയപ്പെടുന്നതാണ് അഗാരിക്കസ്. അസ്റ്റിലാഗോ സ്മട്ട് ആൻഡ് പക്സീനിയ ഈസ് റെസ്റ്റ് ഫംഗസ്. നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. മുന്നേ പറഞ്ഞ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ. അഗാരിക്കസ് ഫംഗസിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ഈ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ബെസിഡിയോ കാർപ്പ് എന്ന് പറയുന്നത്. ബെസിഡിയോ കാർപ്പിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കുഞ്ഞു ബെസിഡിയം. നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്സ് പറയുവാണെങ്കിൽ ഈ അംബ്രല്ല മാതിരി നിൽക്കുന്ന ഈ പോർഷനെ പൈലിയസ് എന്നും ഇതിന് സ്റ്റൈപ്പ് എന്നും പറയുന്നു. ഈ പൈലിയസിനെയും ഈ സ്റ്റോക്ക്, അതായത് സ്റ്റൈപ്പിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ ആനുലസ്. ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ അടിയിലായിട്ട്, ഈ അംബ്രല്ല ഷേപ്പിന് അടിയിലായിട്ട് കാണപ്പെടുന്ന ഭാഗത്താണ്
ഇവിടെ ഗിൽസ് പ്രസൻ്റ് ആണ്. ഇങ്ങനെ ഈ വര പോലത്തെ ഗിൽസ് പോലത്തെ ഒരു സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ഇതിനകത്താണ് എന്ത് കാണപ്പെടുന്നത്? ബെസിഡിയം കാണപ്പെടുന്നത്. അപ്പോൾ ഈ ബെസിഡിയം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്തതാണ് ഇവിടെ കാണുന്ന ഈ സ്ട്രക്ചർ. ഇവിടെ ബെസിഡിയത്തിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പുറമേയായിട്ട് എക്സോജീനിയസ്ലി കുറച്ച് ബെസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഇതും ആ കോമൺ മെമ്പേഴ്സിനെ പറഞ്ഞിരുന്നു. ആ കോമൺ മെമ്പേഴ്സിൻ്റെ പിക്ചേഴ്സാണ്. ഇത് അഗാരിക്കസ് ആണ്, ബട്ടൺ മഷ്റൂം. ദെൻ ഇതാണ് പക്സീനിയ, റസ്റ്റ് ഫംഗസ്. ഇത് അസ്റ്റിലാഗോ, സ്മട്ട്. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫ്രൂട്ടിൻ്റെ ഈ ഗ്രെയിൻസിൻ്റെ സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബ്ലാക്ക് കളർ കൊടുത്തേക്കുന്നതാണ് സ്മട്ട്. ഓക്കെ, അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഡ്യൂട്ടിറോമൈസീഡ്സ് ആണ്. ഡ്യൂട്ടിറോമൈസീഡ്സിനെ ഇംപെർഫെക്റ്റ് ഫംജൈ എന്നാണ് പറയുന്നത്. അതായത് ഡ്യൂട്ടിറോമൈസീഡ്സിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജ് അൺനോൺ ആണ്. പെർഫെക്റ്റ് സ്റ്റേജ് മീൻസ് സെക്ഷൽ സ്റ്റേജ്. ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് അൺനോൺ ആണ്. സോ പെർഫെക്റ്റ് സ്റ്റേജ് ആബ്സെൻ്റ് ആയത് കാരണം ഇതിനെ ഇംപെർഫെക്റ്റ് ഫംജൈ എന്ന് പറയുന്നു. അതായത് ഈ ഫംജൈയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മെമ്പേഴ്സിൽ സെക്ഷൽ സ്റ്റേജ് ആബ്സെൻ്റ് ആയവയെ എങ്ങോട്ട് മാറ്റി? ഈ ഡ്യൂട്ടിറോമൈസീഡ്സ് എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് തരംതിരിച്ച് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡ്യൂട്ടിറോമൈസീഡ്സിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ഇതിൽ കുറച്ച് മെമ്പേഴ്സ് സാപ്രോഫൈറ്റ്സ് ആയിട്ടും പാരാസൈറ്റ്സ് ആയിട്ടും ജീവിക്കുന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ ഡീകമ്പോസേഴ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ മിനറൽ സൈക്ലിംഗ്. ഡെത്ത് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സിൽ ഡീകമ്പോസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മിനറൽ സൈക്ലിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫംജൈ ആണ് ഡ്യൂട്ടിറോമൈസീഡ്സ്. ഇനി ഇവിടെ സെക്ഷൽ ഫോംസ് ഡിസ്കവേർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡ്യൂട്ടിറോമൈസീഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഫംജൈസിൽ സെക്ഷൽ സ്റ്റേജ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റുന്നു? മറ്റ് ക്ലാസ്സസിലോട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. ഇതിന് കുറച്ച് ഫംജൈഡത് കണ്ടുപിടിച്ചിട്ടുള്ളവയെ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? മറ്റ് ക്ലാസ്സസ് ആയ ബെസിഡിയോമൈസീഡ്സിലോട്ടും ആസ്കോമൈസീഡ്സിലോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഡ്യൂട്ടിറോമൈസീഡ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അസെക്ഷൽ സ്പോർസ് വഴി. നമ്മൾ മുന്നേ പഠിച്ച കൊനീഡിയ എന്ന് പറയുന്ന അസെക്ഷൽ സ്ട്രക്ചർ വഴിയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് അൾട്ടർനേരിയ, കളക്ടോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ കളക്ടോട്രിക്കം എന്നൊക്കെ പറയുന്ന ഫംഗൈ പ്ലാന്റ്സിൽ ഒരുപാട് ഡിസീസൊക്കെ കോസ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് അൾട്ടർനേരിയ കോസ് ചെയ്ത ഒരു ഡിസീസ് കോസ് ചെയ്ത ലീഫാണിത്. ഡിസീസ്ഡ് ലീഫാണ്. ഇതിൻ്റെ പുറത്ത് കണ്ടാൽ കുറച്ച് കളേർഡ് പാച്ചസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇത് കളക്ടോട്രിക്കത്തിൻ്റെ ആക്ഷൻ കാരണം ഉണ്ടായ കുറച്ച് ഡിസീസാണ്. ദെൻ ഇത് ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ഫംഗസ് ആണ്. ട്രൈക്കോഡെർമ നമുക്ക് മറ്റ് ചില ഫംഗൽ ഡിസീസിന് എതിരായിട്ടും അതിന് ഫംഗൽ ഡിസീസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈക്കോഡെർമ യൂസ് ചെയ്യാറുണ്ട്. ഈ ഫംഗസിനെ മറ്റ് ഫംഗസുകൾക്കെതിരായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ കിങ്ഡം ഫംജൈ കഴിഞ്ഞു. അടുത്തത് നമുക്ക് കിങ്ഡം പ്ലാന്റേ ആണ് പഠിക്കാനുള്ളത്. കിങ്ഡം പ്ലാന്റേ നമുക്കറിയാം ഒരുപാട് കോമൺ മെമ്പേഴ്സാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസംസ് കോമൺലി കോൾഡ് പ്ലാന്റ്സ്. ഇതിൽ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉള്ള കുറച്ച് ഓർഗാനിസംസ് ആണ് കാണപ്പെടുന്നത്. അതിന് നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്നത് പ്ലാന്റ്സ് ആണ്. അത് യൂക്കാരിയോട്ടിക് മെമ്പേഴ്സ് ആണ്. ഇതിന് ക്ലോറോഫിൽ ഉണ്ട്. എ ഫ്യൂ മെമ്പേഴ്സ് ആർ ഹെട്രോട്രോപിക് സച്ച് എസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, ബ്ലാഡർവോർട്ട് ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ് ഓർ പാരാസൈറ്റ്സ് എസ് കസ്ക്യൂട്ട. ഇനി കുറച്ച് മെമ്പേഴ്സ് ഹെട്രോട്രോപിക് ആണ്. എല്ലാ പ്ലാന്റ്സും ഓട്ടോട്രോപിക് ആണെന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റിയും എന്താണ് ഓട്ടോട്രോഫിക് പ്ലാന്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ തന്നെയാണ് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ഇനി കുറച്ച് മെമ്പേഴ്സ് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള മെമ്പേഴ്സും ഉണ്ട്. അതായത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, ബ്ലാഡർ വോട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് പ്ലാന്റ്സ് എങ്ങനെയാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണത്. ഇൻസെക്ട്സിനെ അത് ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ടാണ് അതിൽ നിന്ന് ന്യൂട്രീഷനൊക്കെ ഇവർ
എടുക്കുന്നത്. ദെൻ പാരാസൈറ്റ്സ് ആയിട്ട് വളരുന്ന പ്ലാന്റ്സും ഉണ്ട്. കസ്ക്യൂട്ട, മൂടില്ലാത്താളി എന്ന് പറയുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. അതാണ് കസ്ക്യൂട്ട, പാരാസൈറ്റ് ആയിട്ട് വളരുന്നു. ദെൻ ദ പ്ലാന്റ് സെൽസ് ഹാവ് എൻ യൂക്കാരിയോട്ടിക് സ്ട്രക്ചർ വിത്ത് പ്രോമിനൻറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെൽ വാൾ മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ്. ഈ പ്ലാന്റ് സെൽസിന് യൂക്കാരിയോട്ടിക് സ്ട്രക്ചറായ പ്ലാന്റ് സെൽസ് ഇങ്ങനെ പ്രോമിനൻറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതാണ്. ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്. ദെൻ സെൽ വാൾ ഇസ് മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇതിൻ്റെ സെൽ വാള് മെയ്ഡ് ചെയ്തേക്കുന്നത്. Then it includes algae, bryophytes, pteridophytes, gymnosperms and angiosperms. കിങ്ഡം പ്ലാന്റിൽ വരുന്ന കുറച്ച് മെമ്പേഴ്സാണ് ഇതൊക്കെ. ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ് ഹാസ് 2 distinct phases, diploid sporophytic and the haploid gametophytic that alternate with each other. ഇനി നമുക്ക് ഈ പ്ലാന്റ്സിന് എല്ലാ പ്ലാന്റ്സിനും അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസത്തിനും ഓരോ ലൈഫ് സൈക്കിൾ ഉണ്ടല്ലേ. അതിൻ്റെ ലൈഫ് സ്പാൻ, അതായത് അതിൻ്റെ ബർത്ത് മുതൽ ഡെത്ത് വരെ ഇതിനിടയ്ക്ക് വരുന്ന അതിൻ്റെ വെജിറ്റേറ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും ഒക്കെ ചേർത്തിട്ട് അതിന് എപ്പോഴും ഒരു ലൈഫ് സൈക്കിൾ പ്രസൻ്റ് ആണ്. അങ്ങനെ പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ 2 ടൈപ്പാണുള്ളത്. 2 ഫേസസ് ആണ് അതിനുള്ളത്, ടൈപ്പല്ല, 2 ഫേസസ് ആണുള്ളത്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആൻഡ് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ്. ഈ 2 ഫേസും അൾട്ടർനേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് കഴിഞ്ഞിട്ട് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് വരുന്നതും, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് കഴിഞ്ഞിട്ട് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് വരുന്നു. അങ്ങനെ അൾട്ടർനേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ലൈഫ് സൈക്കിൾസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ലെങ്ത് ഓഫ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ഫേസസ് ആൻഡ് വെദർ ദീസ് ഫേസസ് ആർ ഫ്രീ ലിവിങ് ഓർ ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ് വേരി എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇൻ പ്ലാന്റ്സ്. ഇനി ഈ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഫേസസിൻ്റെ ലെങ്തും അതെങ്ങനെയാണ്, ഫ്രീ ലിവിങ് ആണോ, ഡിപ്പെൻഡൻ്റ് ഓൺ മറ്റ് ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്താണോ ആ പ്ലാന്റ്സ് വളരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നു എന്നുള്ളതൊക്കെ ഓരോ പ്ലാന്റ്സിനെ അനുസരിച്ചിരിക്കും. അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സും അനുസരിച്ചായിരിക്കും നമുക്ക് ലൈഫ് സൈക്കിൾ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. ഈ ഫിനോമിനനെയാണ് എന്ത് പറയുന്നത്, അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതായത് ഈ ലൈഫ് സൈക്കിളിൽ വരുന്ന ചേഞ്ചസിനെ, ലൈഫ് സൈക്കിളിൻ്റെ ഓരോ പാറ്റേൺസിനെയാണ് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കിങ്ഡം പ്ലാന്റിൽ വരുന്ന കുറച്ച് മെമ്പേഴ്സാണിത്. മുൻപ് പറഞ്ഞ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്. ഇനി ആൻജിയോസ്പേംസ് ഉണ്ട്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ഫ്ലവറിങ് മെമ്പേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കിങ്ഡം അനിമേലിയ. This kingdom is characterized by heterotrophic eukaryotic organisms that are multicellular and their cells lack cell walls. ഇതെന്ന് പറയുന്നത് ഹെട്രോട്രോപിക് ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസമാണ്. ആനിമൽസിന് നമുക്കറിയാം. അപ്പോൾ കിങ്ഡം അനിമേലിയയിൽ വരുന്നത് ആനിമൽ മെമ്പേഴ്സാണ്. ഇത് ഹെട്രോട്രോപിക് ആണ് ഇവർ. ദെൻ യൂക്കാരിയോട്ടിക് ഓർഗാനിസമാണ്. പക്ഷേ ഇതിൻ്റെ സെല്ലിൽ സെൽ വോള് ഇല്ല. ഇവർക്ക് സെൽ വോൾ ഇല്ലാത്ത ഒരു കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. ഇവർ മൾട്ടി സെല്ലുലാർ ആണ്. ദി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഓരോ ആനിമൽസും ജീവിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ ദി ഡൈജസ്റ്റ് ദെയർ ഫുഡ് ഇൻ ആൻ ഇൻറ്റേർണൽ ക്യാവിറ്റി ആൻഡ് സ്റ്റോർ ഫുഡ് റിസർവ്സ് ആസ് ഗ്ലൈക്കോജൻ ഓർ ഫാറ്റ്. ഇനി നമുക്ക് ഫുഡ് എങ്ങനെയാണ്, നമ്മുടെ ഒരു ഇൻറ്റേർണൽ ക്യാവിറ്റി ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നു. ഗ്ലൈക്കോജനായിട്ടോ ഫാറ്റായിട്ടോ നമ്മൾ ഈ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. എന്താ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ഹാവ് ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ. നമുക്ക് ഈ ആനിമൽസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദെം ആർ ക്യാപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. അതായത് സഞ്ചരിക്കാൻ കഴിയുന്നവയാണ്. ലോക്കോമോഷൻ മീൻസ് സഞ്ചരിക്കാൻ കഴിയുന്ന മെമ്പേഴ്സാണ് കിങ്ഡം ആനിമേലിയയിലുള്ളത്. ദെൻ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ കോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോളോഡ് ബൈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത് കിങ്ഡം അനിമേലിയയിൽ. അപ്പോൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു, മെയിൽ ആൻഡ് ഫീമെയിൽ കോപ്പുലേഷൻ വഴിയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കോപ്പുലേഷൻ വഴി പുതിയ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് വഴി പുതിയ ആനിമലിനെ പുതിയ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 5 കിങ്ഡത്തിൽ പെടാത്ത കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. ഈ ഓർഗാനിസത്തിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വൈറസ്, വൈറോയിഡ്സ് ആൻഡ് ലൈക്കൺസ് ആണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൈറസ്. ദ വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ്. നോൺ സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് വൈറസസ്. ഇതിന് പുറത്തൊരു ഇത് ഏതെങ്കിലും ഹോസ്റ്റിൻ്റെ പുറത്തായിരിക്കും ജീവിക്കുന്നത്. ഇത് ഒബ്ലിഗേറ്റ് പാരാസൈറ്റ്സ് ആണ് വൈറസസ് എന്ന് പറയുന്നത്. ഒബ്ലിഗേറ്റ് പാരാസൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രം അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്റ് പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു ലിവിങ് സെല്ലിന് പുറത്ത് ഇനേർട്ടായിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ഒരു ഹോസ്റ്റിനകത്ത് കയറിയാൽ മാത്രമേ ഇത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറുകയുള്ളൂ. ലിവിങ് സെല്ലിന് പുറത്ത് ഇത് ഇനേർട്ടായിട്ടുള്ള, അതായത് ആക്റ്റീവ് അല്ലാത്ത ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മാത്രമായിരിക്കും. ഇത് ഒരിക്കൽ ഈ ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്താൽ അതിനകത്ത് പോയിട്ട്, അതായത് ഹോസ്റ്റ് സെല്ലിനകത്ത് പോയിട്ട് ഇത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് അതല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് ആദ്യമായിട്ട് ഈ വൈറസിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത് ലൂയിസ് പാസ്ചർ ആണ്. ലൂയി പാസ്ചർ നടത്തി. അത് കഴിഞ്ഞിട്ട് ഈ വൈറസ് എന്ന് പറയുന്നത് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ് എന്നാണ് വൈറസ് എന്ന വേർഡിൻ്റെ മീനിങ്. വൈറസ് എന്ന് പറയുന്നത് വെനം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ്, പോയ്സണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അതാണ് വൈറസ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് ലൂയിസ് പാസ്ചർ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ലൂയി പാസ്ചർ നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ DJ ഇവാനോസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 1892 ടുബാക്കോ മൊസൈക്ക് വൈറസിനെ ഡിസ്കവർ ചെയ്തു. മൊസൈക്ക് ഡിസീസ് ഓഫ് ടുബാക്കോ, അതായത് ടുബാക്കോ പ്ലാന്റിൽ വരുന്ന ഒരു ഡിസീസാണ് മൊസൈക്ക് ഡിസീസ്. ഇത് കോസ് ചെയ്യുന്നത് ഒരു ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ ആണെന്ന് കണ്ടുപിടിച്ചു. ഇതിലെ അതിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ ലീവ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത കുറച്ച് ഫ്ലൂയിഡ്, ഇങ്ങനെ ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ലീഫിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ ബാക്ടീരിയൽ ഫിൽറ്ററിൽ കൂടി കടത്തി നോക്കി. അപ്പോൾ ഈ ബാക്ടീരിയൽ ഫിൽറ്ററിൽ കൂടെ വരെ കടന്നു പോകുന്ന സബ്സ്റ്റൻസ് ആണ് ഇതെന്ന് അങ്ങനെ മനസ്സിലാക്കി. അങ്ങനെ ഇത് ബാക്ടീരിയയെക്കാളും സ്മോളർ പാർട്ടിക്കിളാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതിന് വൈറസ് എന്ന് പേര് കൊടുത്തു. പോയ്സണസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആയത് കാരണം അതിന് വൈറസ് എന്ന് നെയിം ചെയ്തു. ഇത് മൊസൈക്ക് ഡിസീസ് ഓഫ് ടുബാക്കോയിലാണ് ടുബാക്കോ മൊസൈക്ക് വൈറസിനെ ഡിസ്കവർ ചെയ്തത്. These were found to be smaller than bacteria because they passed through bacteria-proof filters. Bacteria-proof filtersൽ കൂടെ വരെ ഇത് കടന്നു പോകാനുള്ള തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആയിരുന്നു ഈ ഫ്ലൂയിഡിനകത്ത് ഉണ്ടായിരുന്നത്. സോ ഇത് സ്മോളർ ദാൻ ബാക്ടീരിയ ആണെന്ന് അങ്ങനെ മനസ്സിലായി. ദെൻ ഇൻ 1898 ആയപ്പോൾ MW ബേജറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഇതിനെ ഈ ടുബാക്കോ മൊസൈക്ക് പ്ലാന്റ്സിൽ നിന്ന് ഈ ഇൻഫെക്റ്റഡ് ടുബാക്കോ മൊസൈക്ക് പ്ലാന്റ്സിൽ നിന്നുള്ള ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഹെൽത്തി പ്ലാന്റ്സിന് കൊടുത്ത് അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതായത് ഇൻഫെക്ഷ്യസ് പ്ലാന്റ്സിൽ നിന്നുള്ള ഫ്ലൂയിഡ് ഹെൽത്തി പ്ലാന്റ്സിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഹെൽത്തി പ്ലാന്റും എന്തായി? ഡിസീസ്ഡ് പ്ലാന്റ് ആയിട്ട് മാറി. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു ഇതിൻ്റെ അകത്തുള്ള ഈ ഫ്ലൂയിഡിന് വരെ, അതായത് ഈ ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റിന് വരെ പുതിയൊരു ഹെൽത്തി പ്ലാന്റിൽ ഡിസീസ് കോസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഫ്ലൂയിഡിനകത്താണ് ആ വൈറൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ പാത്തോജൻ അടങ്ങിയിരിക്കുന്നത്. ഈ ഫ്ലൂയിഡിനെ അദ്ദേഹം കോണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറഞ്ഞു. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ് അതിൻ്റെ മീനിങ്. കോണ്ടാജിയം വൈവം ഫ്ലൂയിഡം. ദെൻ ഇൻ 1935 ഇനി ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് 1935 ആയപ്പോഴത്തേക്കും WM സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഷോഡ് ദാറ്റ് വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ക്രിസ്റ്റൽ കൺസിസ്റ്റ് ഓഫ് ലാർജ്ലി പ്രോട്ടീൻസ്. ഇനി WM സ്റ്റാൻലി 1935 ആയപ്പോഴത്തേക്കും ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ക്രിസ്റ്റൽസിൽ ഫുള്ളായിട്ട് എന്തായിരിക്കും? പ്രോട്ടീൻസ് കൊണ്ടായിരിക്കും ഈ ക്രിസ്റ്റൽസ് മെയ്ഡ് ചെയ്തേക്കുന്നത്. ദേ ആർ ഇനേർട്ട് ഔട്ട്സൈഡ് ദെയർ സ്പെസിഫിക് ഹോസ്റ്റ്. മുന്നേ പറഞ്ഞതുപോലെ ഇത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. അപ്പോൾ അത് സ്പെസിഫിക് ഹോസ്റ്റിന് പുറത്തായിട്ട് ഒരു ഇനേർട്ട് സ്റ്റേജിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഹോസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്നു. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് മീൻസ്
ഒരു ഹോസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രം അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് ഒബ്ലിഗേറ്റ് പാരാസൈറ്റ്സ്. അപ്പോൾ ഹോസ്റ്റിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഇത് ഇൻഫെക്ഷ്യസ് ആവുന്നു അല്ലെങ്കിൽ ആക്റ്റീവ്ലി അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു ടുബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ പ്രസൻ്റ് ആണ്, RNA ജനറ്റിക് മെറ്റീരിയൽ ആണ്. ദെൻ ഇവിടെ ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഈ വൈറസിന് പുറത്ത് ഒരു ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചറാണ് ഈ ക്യാപ്സിഡ്. ദെൻ ഇത് ജനറ്റിക് മെറ്റീരിയൽ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതിന് സെല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ല, ഒരു പ്രോട്ടീൻ കോട്ടും RNA അതായത് ജനറ്റിക് മെറ്റീരിയലുമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിന് നോൺ സെല്ലുലാർ അല്ലെങ്കിൽ എ സെല്ലുലാർ ഓർഗാനിസം എന്ന് മുന്നേ വിശേഷിപ്പിച്ചത്. ദെൻ ഇതാണ് ഒരു ടുബാക്കോ പ്ലാന്റിൻ്റെ ലീഫ് എന്ന് പറയുന്നത്, ഡിസീസ്ഡ് ആയിട്ടുള്ള. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഒരു മൊസൈക്ക് പാറ്റേൺ, യെല്ലോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു മൊസൈക്ക് പാറ്റേണിലാണ് ഈ ഡിസീസ്ഡ് ലീഫ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. Then, viruses contain genetic material that could be either RNA or DNA. വൈറസസിന് ജനറ്റിക് മെറ്റീരിയൽ പ്രസൻ്റ് ആണ്, അത് RNAയും ആവാം DNAയും ആവാം. നോ വൈറസസ് കണ്ടെയ്ൻ ബൂത്ത് RNA ആൻഡ് DNA. ഇനി ഒരു വൈറസിനകത്ത് തന്നെ ഒരുമിച്ച് RNAയും DNAയും പ്രസൻ്റ് ആയിരിക്കില്ല. ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA ആയിരിക്കും വൈറസസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. എ വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. വൈറസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്, പുറമേ ഒരു പ്രോട്ടീൻ കോട്ടുള്ള ഒരു സബ്സ്റ്റൻ്റ് ആണ് എന്ത് വൈറസ്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത്. വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് plants have single-stranded RNA and that infects animals have either single or double-stranded RNA or double-stranded DNA. വൈറസസ് ഇനി പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന പാത്തജനാണ് വൈറസസ്. അപ്പോൾ ഈ വൈറസസിന് പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസസിന് ഉണ്ടാവുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് RNAയും ഇനി ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിന് ഉണ്ടായിരിക്കുന്നത് എന്താ, സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA. ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതിന് സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാം അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടാവാം. ബട്ട് പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന വൈറസിന് എന്തായിരിക്കും ഉണ്ടാവുക, സിംഗിൾ സ്ട്രാൻഡഡ് RNA മാത്രമായിരിക്കും ഉണ്ടാവുക. Then bacterial viruses or bacteriophages are usually double-stranded DNA viruses. ഇനി ബാക്ടീരിയൽ വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഈ ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത് വൈറസ് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലുണ്ടെങ്കിൽ ആ ബാക്ടീരിയൽ സെല്ലിൽ ഈ വൈറസ് ചെന്ന് ഇൻഫെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്, ബാക്ടീരിയോഫേജസ്. Viruses that infects the bacteria are called bacteriophages. ഈ ബാക്ടീരിയൽ ഫേജസിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. Then the protein coat is called capsid made up of small subunits called capsomeres. ഇനി വൈറസിന് പുറത്തുള്ളത് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജസിനോ വൈറസിൻ്റെ പുറത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്താണ്, ക്യാപ്സിഡ് ആണ്, പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത്. നേരത്തെ ടുബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ ക്യാപ്സിഡ് കണ്ടു അല്ലേ, ആ ക്യാപ്സിഡാണ്. ഇനി ആ ക്യാപ്സിഡിൽ ഓരോ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ക്യാപ്സോമിയേഴ്സ് ആണ്. ഈ ക്യാപ്സോമിയേഴ്സ് ചേർന്നിട്ടാണ് ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദീസ് ക്യാപ്സോമിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോംസ്. ഇത് ഹെലിക്കലോ പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോംസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറസസ് കോസ് ഡിസീസ് ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ ആൻഡ് എയ്ഡ്സ്. നമുക്കറിയാം ഒരുപാട് വൈറൽ ഡിസീസസ് നമുക്കറിയാം. അങ്ങനത്തെ ഒരുപാട് വൈറൽ ഡിസീസ് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ കോസ് ചെയ്യാൻ കഴിയുന്ന ഒരു പാത്തജനാണ് വൈറസ്. In plants, the symptoms can be mosaic formation, leaf rolling and curling, yellowing and vein clearing, dwarfing and standard growth. ഇതൊക്കെയാണ് പ്ലാന്റ്സിൽ വൈറൽ ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള സിംറ്റംസ്. അതിന് മുന്നേ ടുബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ലീഫിൽ ടുബാക്കോ മൊസൈക്ക് ഡിസീസ് ചെയ്ത ഒരു ലീഫ് കണ്ടതാണ്. അതിൽ മൊസൈക്ക് ഫോർമേഷൻ ഉണ്ട്. പിന്നെ ലീഫ് റോൾ ചെയ്യാം, കേൾ ചെയ്യുന്നു, യെല്ലോ കളർ ആവുന്നു ലീഫ്. ദെൻ വെയിൻ അവിടെ നിന്ന് ക്ലിയർ ആവുന്നു, ഡോഫിങ് ചെയ്യും. പിന്നെ ഈ പ്ലാന്റൊക്കെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. ഇതൊക്കെ വൈറൽ ഇൻഫെക്ഷൻ്റെ സിംറ്റം ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്
മുന്നേ പറഞ്ഞ ബാക്ടീരിയോഫേജ്, അതായത് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്ത വൈറസ്, അതാണ് ബാക്ടീരിയോഫേജ്. ഇവിടെ നമുക്ക് ക്യാപ്സിഡ് കാണാം. ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഇവിടെ ഹെഡാണ്. ഈ ബാക്ടീരിയോഫേജിന് ഹെഡ്, കോളർ, ഷീത്ത്, ബേസ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ട്രക്ചറുണ്ട്, അതിൻ്റെ സ്പെസിഫിക് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിന് പുറത്തുള്ള ഈ പ്രോട്ടീൻ കോട്ടാണ് ക്യാപ്സിഡ്. ഇവിടെ ഒരു ഹെലിക്കൽ മാനറിലാണ് ഈ ക്യാപ്സിഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ യൂണിറ്റിനെയും ക്യാപ്സോമിയർ എന്ന് പറയും ക്യാപ്സിഡിൻ്റെ. ദെൻ ന്യൂക്ലിക് ആസിഡ് ഇതിനകത്ത് പ്രസൻ്റ് ആണ്. ന്യൂക്ലിക് ആസിഡ് മീൻസ് ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ പ്രസൻ്റ് ആണ്. ഇതിനിവിടെ കോളറുണ്ട്, ഷീത്ത്, ബേസ് പ്ലേറ്റ് ആണിത്. പിന്നെ കുറച്ച് സ്പൈക്സും സ്റ്റേൽ ഫൈബേഴ്സും പ്രസൻ്റ് ആണ്. ഇത് ജസ്റ്റ് ഒരു ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചറാണ്. ദെൻ വൈറസിനെ പോലെയുള്ള മറ്റൊരു സബ്സ്റ്റൻസ് ആണ് വൈറോയിഡ്സ്. Theo Diner in 1971 discovered a new infectious agent that was smaller than viruses and caused potato spindle tuber disease. Potato spindle tuber disease കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിളിനെ കണ്ടെത്തി. ടിയോ ഡൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് 1971 ഡിസ്കവർ ചെയ്ത ഒരു സബ്സ്റ്റൻസ് ആണിത്. അതിന് വൈറോയിഡ്സ് എന്ന് പേര് കൊടുത്തു. It was found to be a free RNA and it lacked the protein code that is found in virus. Hence the name viroid. ഇതിന് വൈറോയിഡ് എന്ന പേര് കൊടുക്കാനേ കാരണം ഇതിൻ്റെ വൈറസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കോട്ട് ഇതിന് ആബ്സെൻ്റ് ആണ്. ഇതിൽ ഫ്രീ RNA, വൈറസസ് പോലെ ഇൻഫെക്ഷ്യസ് ആണിതെങ്കിലും വൈറസിനുള്ള പ്രോട്ടീൻ കോട്ട് ഇവിടെ ആബ്സെൻ്റ് ആണ്. പ്രോട്ടീൻ കോട്ട് ആബ്സെൻ്റ് ആണ്, പക്ഷേ ഇവിടെ ഫ്രീ RNA പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത് ജനറ്റിക് മെറ്റീരിയൽ മാത്രമുള്ള ഒരു സബ്സ്റ്റൻ്റ് ആണ് ഈ വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് വൈറസസിനെയൊക്കെ പോലെ ഡിസീസ് കോസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഓർഗാനിസമാണ്. RNA ഹാസ് ലോ മോളിക്കുലാർ വെയിറ്റ്. ഇതിനകത്തുള്ള ഈ വൈറോയിഡ്സിനകത്ത് ആൾക്കൂടെയുള്ള ഈ ഫ്രീ RNA ആണ്. ഈ RNAയും എന്താ, ലോ മോളിക്കുലാർ വെയിറ്റുള്ള RNA ആണ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ലൈക്കൺസ്. ലൈക്കൺസ് എന്ന് പറയുന്നത് ആൽഗയും ഫഞ്ചയ്ക്കും ഇടയിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ആൽഗെ എന്താണെന്നും ഫഞ്ച എന്താണെന്നും ഒക്കെ നമുക്കറിയാം അല്ലേ. ആൽഗെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്നാലും ആൽഗെ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ഒരു ഓർഗാനിസമാണ്. അപ്പോൾ ആൽഗയും ഫഞ്ചയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ആൽഗൽ കമ്പോണൻറ്റ് ഈസ് നോൺ ആസ് ഫൈക്കോബയോണ്ട് ആൻഡ് ഫംഗൽ കോമ്പോണൻറ്റ് ഈസ് നോൺ ആസ് മൈക്കോബയോണ്ട്. ഇതിലെ ആൽഗൽ കമ്പോണൻറ്റിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പോണൻറ്റിനെ മൈക്കോബയോണ്ട് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഫൈക്കോ എന്ന് പറയുന്നത് ആൽഗയും മൈക്കോ എന്ന് പറയുന്നത് ഫംഗയുമാണ്. അങ്ങനെ കോമ്പോണൻസിന് നമുക്ക് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇത് നമുക്ക് ഈ ലൈക്കൺ കാണുമ്പോൾ രണ്ട് ഓർഗാനിസംസ് ഒരുമിച്ച് ചേർന്നാണ് അത് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ ലൈക്കൺസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഓർഗാനിസത്തിൻ്റെയും അസോസിയേഷൻ തന്നെയാണ്. ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ഫഞ്ചൈ ആൻഡ് ഫഞ്ചൈ പ്രൊവൈഡ്സ് ഷെൽട്ടർ ആൻഡ് അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫോർ ഇറ്റ്സ് പാർട്ട്ണർ. ഈ ആൽഗെ എന്ന് പറയുന്നത് ഇനി ഇത് പരസ്പരം ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളായിട്ട് ജീവിക്കുന്ന രണ്ട് ഓർഗാനിസംസ് ആണ്. അതായത് ഈ ലൈക്കണിൽ ആൽഗെ എന്ത് ചെയ്യുന്നു, ഫഞ്ചൈക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഫഞ്ചൈ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള മിനറൽ ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ കൊടുക്കും. അതുമാത്രമല്ല ഇതിനുള്ള ഷെൽട്ടറും കൂടെ ഫഞ്ചൈ പ്രൊവൈഡ് ചെയ്യും. ഫഞ്ചൈ ഇതിനുള്ള ഷെൽട്ടറും മറ്റിതിന്ന് വാട്ടർ, മിനറൽ ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്തും ആൽഗയ്ക്ക് കൊടുക്കുമ്പോൾ ആൽഗെ എന്ത് ചെയ്യുന്നു, ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫഞ്ചൈക്ക് കൊടുക്കും. ലൈക്കൺസ് ആർ വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. ലൈക്കൺസ് എന്ന് പറയുന്നത് നല്ല ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബിക്കോസ് പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ലൈക്കൺസ് വഴി നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ ലൈക്കൺസ് വളരില്ല. അപ്പോൾ ലൈക്കൺസ് വളരുന്ന ഏരിയ ആണെങ്കിൽ അത് പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയ ആയിരിക്കും. ഇതാണ് ലൈക്കൺസിൻ്റെ എക്സാമ്പിൾ. ഒരുപാട് ലൈക്കൺസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൽ രണ്ട് എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്ന രണ്ട് പിക്ചേഴ്സ്. ഇത് ഒരു ടൈപ്പ് ലൈക്കൺ, ഇത് മറ്റൊരു ടൈപ്പ് ലൈക്കൺ ആണ്. ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ലൈക്കണാണ് ഇതൊക്കെ. ദെൻ ഇത്രയാണ് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പഠിച്ചു.
അത് കഴിഞ്ഞിട്ട് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരാത്ത വൈറസസ്, വൈറോയിഡ്സ്, ലൈക്കൻസും പഠിച്ചു കഴിഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു.